കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ ഭയങ്കര തിരക്ക് തന്നെയാണ്. അതേപോലെ തന്നെ പ്രത്യേക ആരാധനകളൊക്കെ ഉണ്ട്. രേവതി, രോഹിണി, പിന്നെ തിരുവോണം ആരാധനക്ക് പ്രത്യേക ഭക്തന്മാരുടെ തിരക്കുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ നിരവധി ഭക്തന്മാർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ശക്തമായ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ വാവലിപ്പുഴയിലെ ഒഴുക്കൊക്കെ നിങ്ങളിപ്പോൾ കണ്ടല്ലോ. പിന്നെ അവിടെയുള്ള പാലത്തിൻ്റെ മുകളിൽ തന്നെ എന്താ പറയുക, മണിക്കൂറുകൾ നീണ്ട് 4 മണിക്കൂർ ഞങ്ങൾ എന്താ പറയുക ക്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ ദർശനം കിട്ടിയിട്ട് മടങ്ങുന്നത് തന്നെ. ആ സമയത്ത് നല്ല കാറ്റുണ്ടാവും, മഴയുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ കണ്ട് ഭഗവാനെ കണ്ട് മടങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു തൃപ്തി അത് പ്രത്യേക അനുഭവം തന്നെയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, പോകുന്ന വഴി ഉള്ള വെള്ളമാണ്. ഈ എൻ്റെ ഇടതുവശത്ത് ആ ഭാഗത്താണ് ഭക്തന്മാർ ഞാൻ പറഞ്ഞ 4 മണിക്കൂറും 3 മണിക്കൂറൊക്കെ നീണ്ട ക്യൂ നിന്നിട്ടാണ് പിന്നെ ഭഗവാന്റെ ദർശനം കിട്ടുന്നത് തന്നെ. അപ്പോൾ ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ നേരെ അമ്പലത്തിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ദർശനം നേടണമെങ്കിൽ ക്യൂ നിൽക്കുക തന്നെ വേണം. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ, ഇപ്പോൾ പ്രത്യേക ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര തിരക്കാണ്. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. പെട്ടെന്ന് തന്നെ പോകുന്നു, ദൈവത്തെ കാണുന്നു, തൊഴുന്നു, മടങ്ങുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ വർഷം ഏകദേശം എല്ലാ ദിവസവും ഈ തിരക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബുധൻ, ചൊവ്വ ദിവസങ്ങളൊക്കെ ചില ദിവസങ്ങളിൽ നല്ല തിരക്ക് കുറഞ്ഞതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഇതാണ് നമ്മളെ കൊട്ടിയൂർ ക്ഷേത്രം. അപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ആ സമയത്ത് മഴ പെയ്തത് കൊണ്ട് തന്നെ എല്ലാവരും കുട ചൂടിയിട്ടുണ്ട്. കുട ചൂടാതെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കുന്നവരുണ്ട്. ഞങ്ങളും മഴയുണ്ടായിരുന്നു പോകുമ്പോൾ കുട ബസ്സിൽ വെച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, നനഞ്ഞുകൊണ്ട് തന്നെയാണ് ദർശനം നടത്തിയത്. അപ്പോൾ താങ്ക് യു.